മാഡം വി എസിൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുകയാണ് ഈ നിമിഷത്തിൽ പലരും. അതേസമയം മാഡത്തോട് ചോദിക്കാനുള്ളത് പഴയ ചില കേസുകളെ കുറിച്ചാണ്. ഈ കിളിരൂർ കേസിലൊക്കെ വി എസ് എടുത്ത നിലപാട് ഒരുപക്ഷെ സ്ത്രീകൾക്ക് അനുകൂലമാകുന്ന നിലപാടാണെങ്കിൽ പോലും അത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അപ്പം അന്ന് ആ കേസുമായിട്ടൊക്കെ മാഡം അന്ന് ആ കിളിരൂർ കേസുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ മാഡം അതിൽ ഇടപെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് പറയാമോ, വി എസിൻ്റെ ഇടപെടലുകളും കാര്യങ്ങളൊക്കെ? അതായത് വി എസിൻ്റെ സെക്രട്ടറി ആയിരുന്നു അന്ന് ഷാജഹാൻ. അതെ, കെ എം ഷാജഹാൻ. കിളിരൂർ കേസ് ഞാനാണ് ആ കുട്ടീനെ അവസാനമായി കാണുന്നത്. കോട്ടയത്ത് കാരിത്താസ് ഹോസ്പിറ്റലിൽ ആ കുട്ടി കിടക്കുമ്പോൾ നമ്മൾ പോയി, ഞാൻ വനിതാ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള രീതിയിൽ ഞാൻ പോവുകയാണ്. അപ്പോൾ ആ കുട്ടി മറ്റേ ഈ വയറ് പഴുത്ത് രക്ഷപ്പെടാൻ കഴിയാത്ത വിധത്തിൽ വേദനയൊക്കെ സഹിച്ച് കിടക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളോട് 2-3 വാക്കുകളാണ് സംസാരിക്കുന്നത്. അതിനുശേഷം ഞാൻ ആ കേസ് എറണാകുളത്ത് CJM കോടതിയിൽ ആ കേസിൽ CBI അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ ആ അന്വേഷണ റിപ്പോർട്ടിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് പറഞ്ഞ് പ്രതികളെ രക്ഷിക്കാനായിട്ടുള്ള ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട പ്രതികളെയൊക്കെ ഒഴിവാക്കിയിട്ട്, മാത്രമല്ല ആ കെമിക്കൽ റിപ്പോർട്ടിനെ അനലൈസ് ചെയ്യുന്നതിലൊക്കെ CBI വലിയ വീഴ്ച വരുത്തിക്കൊണ്ട് ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചത് ആദ്യം. ആ റിപ്പോർട്ടിനെതിരായിട്ട് ഞാൻ CBI കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുകയും ആ റിപ്പോർട്ട് നമ്മൾ തള്ളിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെയും റിപ്പോർട്ട് കൊടുത്തു. രണ്ടാമത്തെ റിപ്പോർട്ട് ഞാൻ തള്ളിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും തെറ്റായിട്ടുള്ള രീതിയിലായിരുന്നു CBI കേസ് അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഇത് കേരളത്തിൽ ആ സമയത്ത് VS സ്ത്രീകളുടെ പക്ഷത്ത് നിന്ന് പല പല കേസുകളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് കിളിരൂർ കേസിൽ വന്നത്. കിളിരൂർ കേസിൽ പാർട്ടിയിലെ ചില നേതാക്കളുടെ മക്കൾക്ക് അതിൽ പങ്കുണ്ട് എന്ന് പറയുന്ന ഒരു വിഷയം വന്നുകയും ഈ കിളിരൂർ ശാരി മരിക്കുന്നതിൻ്റെ തലേ ദിവസം ശ്രീമതി ടീച്ചർ ആ കുട്ടിയെ കണ്ട് തിരിച്ചു വന്നതിന് ശേഷമാണ് ആ കുട്ടി മരിക്കുന്നത്. അത് ശ്രീമതി ടീച്ചർ അവിടെ പോയി ഈ പ്രതികളുടെ കാര്യങ്ങൾ പറയരുത് എന്ന് പറഞ്ഞു എന്ന് പറയുന്ന ആരോപണമാണ് പിന്നീട് വരുന്നത്. ഇതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള അറിവില്ല, ഞാൻ ആ വിഷയങ്ങൾ പറഞ്ഞിട്ടുമില്ല. പക്ഷേ VSഉം അവരുടെ പാർട്ടിയിലുള്ള VSൻ്റെ ഒരു സ്വഭാവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ടിയിലുള്ള ആളുകളാണെങ്കിൽ പോലും തെറ്റ് ചെയ്താൽ ആ തെറ്റിനെ വിളിച്ചു പറയുകയും അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു. അതാണ് VS എന്ന് പറയുന്നത്. അതല്ലാതെ പാർട്ടിക്കാരനാണെങ്കിൽ അന്ന് ആ സ്ത്രീകളെ ഉപദ്രവിക്കുന്നവനെ സംരക്ഷിക്കുക, അല്ലെങ്കിൽ അഴിമതി നടത്തുന്നവനെ സംരക്ഷിക്കുക, ആ നിലപാടല്ലായിരുന്നു VS സൂക്ഷിച്ചത്. അതുകൊണ്ടാണ് ഇത്രയും പ്രിയങ്കരനായിട്ട്, ജനങ്ങൾക്ക് പ്രിയങ്കരനായിട്ട്, പാർട്ടിക്ക് അനഭിമതനായി പല ഘട്ടങ്ങളുണ്ടായെങ്കിലും ജനങ്ങൾക്ക് പ്രിയങ്കരനായിട്ട് അദ്ദേഹം മാറുന്നത്. 33 പേരടങ്ങുന്ന CPIയിൽ നിന്നും വിട്ട് CPM രൂപീകരിക്കുന്ന ആ 33 പേരിൽ 33ാമത്തെ ആളായി ഇന്ന് ഇപ്പോൾ അദ്ദേഹം നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ CPIM അന്ന് മുന്നോട്ട് വെച്ച രാഷ്ട്രീയ നിലപാടിൽ നിന്ന് CPIM തന്നെ വലിയ രീതിയിൽ പുറകോട്ട് പോയി കഴിഞ്ഞിരിക്കുകയാണ്. അന്ന് എന്തിനു വേണ്ടിയാണോ, അതായത് ഡാങ്കേസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടാണല്ലോ CPI ഡാങ്കയുടെ മുതലാളിത്തത്തിനോട് അനുകൂലമായ നിലപാടെടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 33 പേര് രാജിവെച്ച് കർഷകർക്കും തൊഴിലാളികൾക്കും കർഷക തൊഴിലാളികളുടെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാടിനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുന്നു, AKG അടക്കം. അപ്പോൾ ഇന്ന് നമ്മൾ CPMനെ വിലയിരുത്തി നോക്കിക്കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ്സിൽ CPM പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്വകാര്യ നിക്ഷേപം ആകാം എന്ന നിലപാടെടുത്തിരിക്കുകയാണ്. VS അപ്പോൾ സംസാരിക്കാൻ പോലും കഴിയാതെ കിടക്കുകയാണ്. ഇത് മുതലാളിത്തത്തിനെ ക്ഷണിച്ചു വരുത്തി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടും ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് എന്ന നിലയിലുള്ള ക്യാമ്പയിനും ഒരു വശത്ത് CPMൽ നടക്കുകയാണ്. മുതലാളിമാരുമായിട്ടുള്ള CPMൻ്റെ ഐക്യം, മെമ്പർഷിപ്പ്, മുതലാളിമാർക്ക് മെമ്പർഷിപ്പ് പോലും കൊടുക്കുന്നതിലേക്ക്, അതായത് CPM അടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നേരത്തെ മെമ്പർഷിപ്പ് കൊടുത്തിരിക്കുന്നത് വർഗപരമായിട്ടാണ്. കർഷക തൊഴിലാളികൾ, ചെറുകിട കർഷകർ. ഇപ്പോഴും നമ്മൾ ഡൽഹിയിൽ നടന്ന കർഷകരുടെ വലിയ സമരമല്ലേ, ആ സമരത്തിന് പിന്തുണയ്ക്കണോ വേണ്ടേ എന്നുള്ളൊരു തർക്കം CPMനുള്ളിലുണ്ടായിരുന്നു, കേന്ദ്ര CPMനുള്ളിൽ. കാരണം എന്ന് വെച്ചാൽ അത് നടത്തിക്കൊണ്ടിരുന്ന വൻകിട ഭൂഷ ഈ കർഷകരായിരുന്നു. അതേസമയം ചെറുകിട കർഷകർ, അപ്പോൾ CPM ചെറുകിട കർഷകരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. വർഗപരമായി കർഷക തൊഴിലാളികളെയും സപ്പോർട്ട് ചെയ്യുന്നൊരു പാർട്ടിയാണ്.
ആ നിലപാടുകളിൽ നിന്ന് മാറുന്നതിനെതിരെ ശബ്ദിക്കാൻ സത്യത്തിൽ കേരളത്തിൽ പോലും ആരുമില്ല എന്നുള്ളതാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. 5 വർഷമായി കേരളത്തിൽ VS സംസാരിച്ചിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. കാരണം പാർട്ടി പല രീതിയിലും വലതുപക്ഷത്തേക്ക് വ്യതിചലിച്ച് പോകുന്ന സമയത്ത് അതിനെ തിരുത്താൻ ഒരു ശക്തിയും ഇന്ന് കേരളത്തിലില്ല. ഈ വലതുപക്ഷത്ത് നിൽക്കുന്ന വമ്പൻ മുതലാളിമാരടക്കമുള്ള ആളുകൾ CPM-നെ വാനോളം പുകഴ്ത്തുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഒരാൾ ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടാൻ ഒരാൾ പോലും കേരളത്തിലില്ല എന്ന് പറയുന്നതാണ് ഞങ്ങളെപ്പോലുള്ള കമ്മ്യൂണിസ്റ്റുകാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. നമ്മൾ കൈ ചൂണ്ടിക്കൊണ്ട് മാത്രം ആ ചൂണ്ടൽ എല്ലാവരും ശ്രദ്ധിക്കണമെന്നില്ല. പക്ഷേ PS-നെ പോലൊരാൾ ഉണ്ടായിരുന്നെങ്കിൽ എത്രയെത്ര ഘട്ടങ്ങളിൽ അദ്ദേഹം പാർട്ടിക്കെതിരായിട്ടുള്ള നിലപാടെടുത്ത് അത് തിരുത്തിച്ചിട്ടുണ്ട് അദ്ദേഹം. ഇപ്പോൾ ലാവ്ലിൻ കേസിനെ സംബന്ധിച്ച് ഒരു അഴിമതി നടന്നിട്ടുണ്ട് എന്ന് അദ്ദേഹത്തിന് പരിപൂർണമായിട്ടുള്ള ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് അതിനുവേണ്ടി അദ്ദേഹം ഇത് ചെയ്തത്. കാരണം VS-ന്റെ ചൂട് പറ്റിയാണ് യഥാർത്ഥത്തിൽ സഖാവ് പിണറായി വിജയൻ വരുന്നത്. കാരണം VS-ന്റെ അസിസ്റ്റൻ്റ് എന്ന നിലയിൽ അങ്ങനെ വന്ന് VS ഒരു സമയത്ത് CPIM-ൽ KN രവീന്ദ്രനാഥും MM ലോറൻസ് അടക്കമുള്ള സഖാക്കൾ നയിക്കുന്ന ഒരു ട്രേഡ് യൂണിയൻ നേതാക്കളുടെ നേതൃത്വത്തിലുള്ള വലിയ വിഭാഗീയ പ്രവർത്തനം പാർട്ടിക്കുള്ളിലുണ്ടായിരുന്നു, ആശയസമരം. അതിൽ VS-ഉം പിണറായി വിജയനും ഒരു പക്ഷത്തും ഈ ട്രേഡ് യൂണിയൻ മേഖലയിൽ നിൽക്കുന്ന ആളുകൾ ഒരു വശത്തുമായിട്ടുള്ള ആശയസമരം ശക്തമാവുകയും അത് പാർട്ടി കോൺഗ്രസ്സുകളിലും കോൺഫറൻസുകളിലും അത് കാണുകയും ചെയ്യുന്ന ഘട്ടത്തിൽ പിണറായി PS അച്യുതാനന്ദൻ അന്ന് സെക്രട്ടറി ആയിരുന്നു. സെക്രട്ടറിയുടെ അസിസ്റ്റൻ്റ് എന്ന രീതിയിൽ പൂർണ്ണമായും പിണറായി VS അച്യുതാനന്ദൻ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നിൽക്കുന്ന ആളായിരുന്നു. അങ്ങനെയാണ് മറ്റേ പക്ഷത്തിനെ പൂർണ്ണമായും ഇല്ലാതാക്കുകയും ലോറൻസ് ഏട്ടനെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുന്ന നിലയിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ VS-നെ സംബന്ധിച്ച് അത് സ്വന്തം പാർട്ടിക്കുള്ളിലുള്ള ഒരാളാണെങ്കിൽ പോലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള നിലപാടുകൾ എടുക്കുകയും സ്ത്രീകളെ ചൂഷണം ചെയ്യുന്ന ആൾക്കാർക്കെതിരെ കൃത്യമായ നിലപാടെടുത്ത് ആളാണ്. VS-ന് അത്രയും സ്ത്രീകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം സ്ത്രീകൾ വീടുകളിലിരുന്ന് ചാനലുകളിലൂടെ ഇതെല്ലാം ഇപ്പോൾ കാണുകയാണ്. അപ്പോൾ VS എടുക്കുന്ന ഓരോ നിലപാടുകളും അവരെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ആളുകളാണ്. സ്ത്രീകൾക്ക് അത്രയും വിശ്വാസമാണ് VS-ന് ഉണ്ടായിരുന്നത്. അപ്പോൾ കിളിരൂർ കേസിൽ ശ്രീമതി ടീച്ചറുടെ അടക്കമുള്ള ആളുകളുടെ മക്കൾ പെട്ടിട്ടുണ്ട് എന്നും ശ്രീമതി ടീച്ചർ ഈ കുട്ടിയെ സ്വാധീനിക്കാനാണ് അവിടെ പോയെന്നുള്ള ആരോപണം വന്നിട്ടും ആ കേസിൽ നിന്ന് പിന്മാറാനോ ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ള കൾപ്രിറ്റ്സിൻ്റെ കൂടെ നിൽക്കാനോ ഒരിക്കലും അദ്ദേഹം തയ്യാറായില്ല. അതുകൊണ്ടാണ് ആ പെൺകുട്ടിയുടെ ബന്ധപ്പെട്ട ആ പ്രതികളെ മുഴുവനും ശിക്ഷിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.